ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മോട്ടോക്കോസ്. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടിട്ടുള്ളൊരു 95 മോഡൽ സെന്നാണ്. അപ്പം വണ്ടീൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബറേറ്റർ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ തന്നെ പേപ്പറിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ട് ഓൾമോസ്റ്റ് ടാക്സ് കാര്യങ്ങൾ വരുന്നത് 2029 വരെ ഉണ്ട്. അപ്പോൾ തന്നെ ഫിറ്റ്നസ് വരുന്നത് 2028 കാര്യങ്ങൾ വരെയാണ്. പിന്നെ ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ വർഷം നവംബർ വരെ ഉണ്ട്. അപ്പോൾ തന്നെ പൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ വർഷം മാർച്ച് വരെ അതും അവൈലബിൾ ആണ്. പിന്നെ വണ്ടീൻ്റെ ഫ്രണ്ട് ക്വാളിറ്റി കാര്യങ്ങൾ പറഞ്ഞാൽ ഇതാണ്. ഒരു പ്രൊഫൈലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ബമ്പറിൻ്റെ ചെറിയൊരു ടച്ചപ്പ് കാര്യങ്ങൾ ചെയ്യാണ്ടോ, ചെറുതായിട്ട് ചെയ്തിരിക്കണ്. അപ്പോൾ എടുക്കണവർക്ക് അത് ചെയ്യാണ്ടോ. പിന്നെ ഈ വീഡിയോയിൽ പറഞ്ഞാൽ നമ്മൾ വണ്ടീൻ്റെ ഓവറോൾ ക്വാളിറ്റി കാര്യങ്ങൾ കാണിച്ച് A to Z കാര്യങ്ങൾ വണ്ടീൻ്റെ എന്താ കാര്യങ്ങളുണ്ട് ചെയ്യാനുണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെയാണ്. പിന്നെ ഇതാണ് ഫ്രണ്ട് പോർഷൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സൈഡ് പ്രൊഫൈലായിട്ട് ഇങ്ങനെയാണ് വരുന്നത് പ്രൊഫൈലിൻ്റെ ക്വാളിറ്റി. ഈ ഒരു ടയർ ഒരു ബിലോ ആവറേജ് എന്ന് പറയാം. നമുക്ക് ത്രെഡ് കാര്യങ്ങൾ കുറച്ച് കുറവാണ്. പിന്നെ എന്ന് പറഞ്ഞത് ഇതാണ് 4 ഡോറ് കാര്യങ്ങൾ കൂളിങ് കാര്യങ്ങൾ ചെയ്തിരിക്കണേ. ഇവിടെ വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ഇല്ല. പിന്നെ അണ്ടർബോഡി റെസ്റ്റോ അങ്ങനത്തെ ഇഷ്യൂ ഇല്ല. പിന്നെ ഇവിടെ ടയർ ഈ ബാക്കത്തെ 2 ടയറും അത്യാവശ്യം ത്രെഡ് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ വീൽ കപ്പ് വരുന്നതാണ്, അത് ഡിക്കിയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഡ് ഫ്ലാപ്പ് കാര്യങ്ങൾ റിയർത്തെ പ്രൊഫൈലിൽ കാര്യങ്ങൾ വരുന്നുണ്ട്. ബമ്പർമൽ 2 സൈഡ് മഡ് ഫ്ലാപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതേപോലെ തന്നെ ഫ്രണ്ടിലും വരുന്നുണ്ട്. പിന്നെ വേറെ നോക്കുമ്പോൾ വണ്ടീൻ്റെ ഈ സൈഡത്തെ പ്രൊഫൈല് കാര്യങ്ങൾ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ക്വാളിറ്റി വരുന്നത്. ഇവിടെ റണ്ണിംഗ് ബോർഡിൻ്റെ ഇവിടെ ചെറിയൊരു ഡൻറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഇഷ്യൂ ഉള്ളൂ. ഇതായി കാണുന്നത് ഈ ചെറിയ ഡൻറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. ഇനി നോക്കും പിന്നെ അണ്ടർബോഡി കോട്ടിങ് ആയാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താണ്. ഫ്രണ്ടിൽ ഈ ടയർ വരുന്നത് ഫുൾ കട്ട ത്രെഡാണ് വരുന്നത്. അത് പിന്നെ ഇൻറ്റീരിയറിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ പറയുന്നത് എന്താണ്, ഇൻറ്റീരിയറിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് ആയാലും റിയർ സീറ്റ് ആയാലും ഓക്കെയാണ്, വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തിനി ഇവിടെ അങ്ങനെ ചെറിയൊരു ഇതുണ്ട്, ആ ഹോള് പാച്ചൊന്നുമല്ല, എന്തോ ഒരു കറായതാണ്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണ്ടോ, വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല ഇൻറ്റീരിയലായാലും. പിന്നെ പുതിയ ഫ്ലോർ മാറ്റ് കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നാണ് ഫ്ലോർ മാറ്റ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ കാര്യങ്ങളുണ്ട്, റേഡിയോയും വർക്കിംഗ് ആണ്. പിന്നെ AC കാര്യങ്ങൾ അതും വർക്കിംഗ് ആണ്, വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഫുൾ മെയിൻറ്റൈൻ ആണ്. പിന്നെ ഈ ഫ്യൂൽ ലുഡ് ആണെങ്കിലും ഡിക്കി ഓപ്പണിങ് ആയാലും അതും പ്രശ്നമില്ല, ഫുൾ വർക്കിംഗ് ആണ്. അപ്പോൾ ഞാനത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഡിക്കി വന്നിട്ട് ഡിക്കിൻ്റെ സൈഡും ഒരു ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നിലവിൽ ഇത് ക്ലോസ് ആയി കിടക്കുകയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫ്യൂൽ ലിഡിനെ ഇതിവിടെ വിളിച്ച് കഴിഞ്ഞാൽ റിയറിൽ ഇവിടെ ഓപ്പൺ ആയിക്കുന്നത്. സാധാരണ നോർമലി കാലപ്പാക്കത്തോണ്ട് വർക്ക് ചെയ്യാത്ത ഇഷ്യൂ വരും. 95 മോഡലായതുകൊണ്ട് അങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. ഡിക്കി സൈഡായാലും അതും ഓപ്പണിംഗ് ആണ്, അതും ഞാൻ കാണിച്ചു തരാം. അപ്പം നിലവിൽ ക്ലോസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം ഇതിവിടെ വന്ന് ഡിക്കി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കേബിളായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ ഓപ്പൺ ആയിട്ട് കിടക്കും. അതാണ് റിയർത്തെ ക്വാളിറ്റി കാര്യങ്ങൾ. ഡിക്കിൻ്റെ സൈഡിൽ ഡിക്കി സൈഡായാലും വേറെ പാച്ചോ കാര്യങ്ങളൊന്നുമില്ല, ഫുൾ ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. അതാണ് തന്നെ സ്റ്റെപ്പിൻ്റെ ടയർ മോശമാണ്, അത് ഈ വെഹിക്കിളിൻ്റെ അല്ല വേറെ വണ്ടീൻ്റെ ടയറാണ് നമ്മൾ തിരിച്ച് ഇട്ടുന്നുള്ളൂ, വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നോക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടും എൻജിൻ റൂമിൻ്റെ ഒരു വീഡിയോസ് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ കാലപ്പാക്കത്തോണ്ട് ഡോർ പാഡിന് ഡാമേജ്, ഡോർ പാഡ് പ്ലേ, ഒരു സൗണ്ട് കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നം വരുന്നുണ്ട്. ഇതിന് അങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വെഹിക്കിളായതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ എന്തേനി ഞാൻ എൻജിൻ റൂം ആയാലും പിന്നെ എന്തേനി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാണിച്ചു തരാം. പിന്നെ സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ അതും വരുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ അഡീഷണൽ ആഡ് ചെയ്താണ്. അപ്പോൾ സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ വർക്കിങ്ങിൻ്റെ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഇതാ ഡോറ് അൺലോക്ക് കാര്യങ്ങളാണ്. അപ്പോൾ ലോക്ക് കാര്യങ്ങൾ ആക്കി സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ ചെയ്ത് ഇപ്പോൾ ലോക്കായി കിടക്കുകയാണ് തിരിച്ച്. അപ്പം എല്ലാവിധ കാര്യങ്ങളും ഒരു ടെക്നിക്കൽ സൈഡും മെക്കാനിക്കൽ സൈഡും എല്ലാവിധ കാര്യങ്ങളും പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. എന്താണ് എല്ലാം വർക്കിംഗ് ആണോ, വണ്ടീൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. ഇനിയിപ്പോൾ വണ്ടീൻ്റെ എൻജിൻ റൂം ഒന്ന് ജസ്റ്റ് ബോണറ്റ് തുറന്നിട്ട് അതൊന്ന് കാണിച്ചു തരാം. പിന്നെ ഉണ്ട് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ഇതൊന്നും അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മോട്ടറിലാണ് വണ്ടി എന്നത്. അപ്പോൾ ബോണറ്റ് കാര്യങ്ങൾ തുറന്നിക്കണം. ആ ബോണറ്റ് തുറന്നുകൊണ്ടാണ് അസാഡ് കാര്യങ്ങൾ ഓണായിട്ടുള്ളതല്ല, വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് എൻജിൻ റൂം ഹുഡ് ഒന്ന് തുറന്നിട്ട് കാണിച്ചു തരാം. അപ്പം ഇതാണ് എൻജിൻ റൂമിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല, വണ്ടി ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു എൻജിൻ റൂമിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. എൻജിൻ്റെ റൂം ഇതാ, പിന്നെ ലീക്കോ കാര്യങ്ങളോ അങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ ത്രോട്ടിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ള ഇത് കാണിച്ചു തരാം. കംപ്രസർ ലീക്കിങ്ങോ അങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങൾ അതും ഇല്ല.
ആണ് തന്നെ. ഡിസ്ട്രിക്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് സ്മോക്ക് വരിക അങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങൾ ഒന്നുമില്ല. വണ്ടിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓവറോൾ ക്വാളിറ്റി കാര്യങ്ങൾ ഓക്കെയാണ്. കാലപ്പഴക്കത്തിൻ്റെ ഇഷ്യൂ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നോർമലി വണ്ടി മെക്കാനിക്കൽ സൈഡായാലും എൻജിൻ സൈഡായാലും അണ്ടർ ബോഡി ആയാലും ഓക്കെയാണ്. റെസ്റ്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഇവിടെ ലീക്കിങ്ങോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ബ്ലാക്ക് സ്മോക്ക് വൈറ്റ് സ്മോക്ക് അങ്ങനത്തെ ഇഷ്യൂവും കാര്യങ്ങൾ വണ്ടിമേ ഇല്ല. ജസ്റ്റ് ഇനി വണ്ടി ഓഫ് ആക്കിയതിന് ശേഷം എൻജിൻ റൂമിൻ്റെ ഒരു ഓവറോൾ ക്വാളിറ്റി കാര്യങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ലീക്കിങ്ങോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത്. ഡിസ്ട്രിബ്യൂട്ടറിന് ലീക്കിങ് സാധാരണ നോർമലി സെന്നിന് വരുന്നതാണ്. ഇതിന് അങ്ങനത്തെ ലീക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഹെഡിൻ്റെ പാക്കിങ് ലീക്കോ ഇവിടെ അങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ക്ലിയർ ആയിട്ടാണ് കിടക്കുന്നത്. ബാക്ക് സൈഡിലായാലും അണ്ടർ ബോഡിയിലായാലും വേറെ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തിന് ബാറ്ററി ആയാലും 2024 ബാറ്ററി കാര്യങ്ങളാണ് വരുന്നത്. അണ്ടർ ബോഡി കൂട്ടിയും കാര്യങ്ങൾ നിലവിൽ അടിച്ചു കഴിഞ്ഞാണ്. വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഓവറോൾ വണ്ടീൻ്റെ എല്ലാവിധ ക്വാളിറ്റി കാര്യങ്ങൾ കാണിച്ചില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പം അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ തന്ന് അപ്പം വണ്ടീൻ്റെ ആസ്കിംഗ് പ്രൈസും കാര്യങ്ങളും ഇപ്പോൾ എന്തൊക്കെ പണിയുണ്ട്, പെൻഡിങ് ആയിട്ടുള്ള പണികൾ കാര്യങ്ങൾ ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ കാണുന്ന ചെറിയൊരു ഡെൻറ്റും പിന്നെ ഇവിടെ ഈ കാണുന്ന ഈ റണ്ണിങ് ബോർഡിൻ്റെ ഇവിടെയുള്ള ഈ ചെറിയൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. വേറെ ഇഷ്യൂ കാര്യമാണ് ഇതിൽ കാണുന്നുണ്ട് ചെയ്താൽ മതി. ഇപ്പോൾ നിലവിൽ ഇഷ്യൂ വരില്ല. ഫിറ്റ്നസും ടാക്സും ഒക്കെ ക്ലിയർ ആണ്. കാര്യപ്പെട്ടുള്ള ഇഷ്യൂ അല്ല. വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലേ. പിന്നെ വേറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റേഡിയേറ്ററിൽ നിലവിൽ വെള്ളം ഉള്ളത് ഇതൊന്ന് ഫ്ലഷ് ചെയ്തിട്ട് കൂളൻ്റ് ആക്കാണ്ടോ. പിന്നെ അതന്നെ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കാർബറേറ്റർ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യുക. കാർബറേറ്റർ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ പറഞ്ഞാണ് കസ്റ്റമറോട് എടുത്താകുമ്പോഴൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യുക. വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ചെയ്യുന്ന ഒരു വൃത്തിയാണ്, വേറെ ഒന്നല്ല. അപ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. വേറെ ഇഷ്യൂ കാര്യങ്ങളില്ല നോക്കുമ്പോൾ. പിന്നെ ക്ലച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്ട്. ഇതിൽ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കേബിൾ കാര്യങ്ങൾ ലൈൻ ഉണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടുക. വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. വണ്ടിമേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ സൈഡ് ആയാലും ബോഡി സൈഡ് ആയാലും AC ആണെന്നുണ്ടെങ്കിൽ കൂളിങ് വരുന്നുണ്ട്. അത്യാവശ്യം കൂളിങ് കാര്യങ്ങളുണ്ട്. ഇന്റീരിയർ സൈഡ് ആയാലും അണ്ടർ ബോഡി സൈഡ് ആയാലും. അണ്ടർ ബോഡീൻ്റെ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ എടുത്ത് അയച്ചുതരാം. എന്താ വെച്ചാൽ ഇവിടെ നിന്ന് അടിയിൽ നിന്ന് വീഡിയോ എടുക്കാൻ നമുക്ക് കഴിയില്ല, അതുകൊണ്ടാണ്. പിന്നെ അപ്പോൾ ഓരോരോ ഒരു ക്വാളിറ്റി അപ്പോൾ പറഞ്ഞാൽ ഇനിയിപ്പോൾ എടുക്കുന്നവർക്ക് എന്താ വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 2000 3000 ആ റേഞ്ചിൽ തന്നെ കോസ്റ്റുള്ളൂ. കൂടുതൽ വരാം. പിന്നെ ഈ കാണുന്ന ഈ ചെറിയ 2 പണികൾ കാര്യങ്ങളുള്ളൂ. വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്താണ് അപ്പോൾ ഓക്കെയാണ്. വണ്ടി എടുക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ കോൺടാക്ട് ചെയ്യുക. വരുന്ന ലൊക്കേഷൻ കഴിഞ്ഞാൽ കോഴിക്കോട് ഫറോക്കാണ്. നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് കഴിഞ്ഞാൽ 76,000 രൂപയാണ്. അത് നമുക്ക് എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കുക, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വണ്ടി എടുക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.